ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലണ്ടറാണ് നമ്മൾ ചെയ്യാനിരിക്കുന്നത്. അറിയാമല്ലോ, ന്യൂ ഇയർ ആവാനായി. അപ്പോൾ പുതിയ കലണ്ടർ, പുതുവർഷം, പുതിയ കലണ്ടർ, അതൊക്കെയാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പുതിയൊരു കലണ്ടറുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് ഈ കുടം തയ്യാറാക്കണം. എന്ത് കുടം? കൂജലല്ലോ കുടം. ഈ കുടം നമുക്ക് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ടെംപ്ലേറ്റ് വരച്ചെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിന്നുള്ളതൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയല്ലോ. ആദ്യം ഒരു വൈറ്റ് പേപ്പറിലേക്ക് 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. താഴേക്ക് ഒരു 1/2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ വരച്ചതിൽ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. അപ്പം ഞാൻ വീണ്ടും അത് വരച്ചതാണ്. അപ്പം നമ്മളെ ടെംപ്ലേറ്റ് എന്തായി, ഏകദേശം റെഡിയായി. എന്നിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കത്രിക ഉപയോഗിച്ചിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വരച്ചതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതാണ് നമ്മുടെ ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റാണ് നമ്മൾ ഇനി യൂസ് ആക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതായിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കണം. കട്ടിയുള്ളതായിരിക്കണം, എന്നാലാണ് ബെറ്റർ ആയിട്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമ്മൾ ടെംപ്ലേറ്റ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ജസ്റ്റ് അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ വരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയല്ലേ. ഇതാവുമ്പോൾ എന്താണ്, നമുക്ക് തെറ്റിപ്പോവും, അളവ് മാറിപ്പോവും, അളവ് കൂടിപ്പോയി എന്നുള്ള പ്രശ്നമൊന്നുമില്ല. എല്ലാതും എന്താണ്, ഒരുപോലെ ആയിരിക്കും. പണ്ട് നമ്മൾ കോപ്പിയിലല്ല എന്ന് പറയാം, ഇമ്പോസിഷൻ എഴുതിയ മാതിരി 2 പേന 3 പേനൊക്കെ വെച്ചിട്ട് ഒപ്പം എഴുതൂലേ. അപ്പോൾ പെട്ടെന്ന് പരിപാടി തീരും ചെയ്യും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വേഗം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ പെട്ടെന്നായി. ഇത് കണ്ടില്ലേ, വരച്ചെടുത്ത് വെട്ടിയെടുത്ത് നമ്മൾ ടെംപ്ലേറ്റ് റെഡിയായി. അടുത്ത പരിപാടി എന്താണെന്നറിയാം. ഇതിനൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഉഷാറാക്കണ്ടേ, എന്നാലേ നമ്മളെ ലുക്കായിട്ടുള്ള ആ ഒരു കലണ്ടർ ആവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കളറ്, പിന്നെ കുറച്ച് പെൻസിൽ, കുറച്ചല്ല, ഒരു പെൻസിലും കുറച്ച് കളേഴ്സും ഉണ്ടാവുക കൊണ്ടുവരിക. പിന്നെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ എന്തൊക്കെയായിരിക്കണം വരയ്ക്കേണ്ടത് എന്നുള്ള. ഇപ്പോൾ നിങ്ങൾ കിഡ്സിനിപ്പോൾ ബേബി ബോയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ആൾക്കാരുടെ പേര് അവഞ്ചേഴ്സിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കും, സ്പൈഡർമാൻ, ഹൾക്ക്, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാർബി ടൈപ്പ് ഐറ്റംസുകളായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ വേറെ വല്ലവർക്കാണ് BTSൻ്റെ ഫാൻസ് ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റും ഇതും അനുസരിച്ചാണ്. ഞാനിപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് പെട്ടെന്ന് പണി തീരും വേണം, നിങ്ങൾക്കതിനൊരു കുറിച്ചൊരു ഐഡിയ കിട്ടും വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു ഫ്ലവേഴ്സ്, 1-2 ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കളർ ചെയ്തെടുക്കുക. ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചെടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കളർ വെച്ചിട്ട് കളർ കൊടുക്കുക, ലീഫൊക്കെ വരച്ചിട്ട് സെറ്റാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം പേരൊന്നും അറിയില്ല, പണ്ടൊക്കെ നമ്മൾ വരക്കുന്ന സെയിം ഫ്ലവർ ചെറുപ്പത്തിൽ വരച്ച് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആദ്യം ഒരു മല, അതിൻ്റെ ഉള്ളിലൊരു സൂചൻ, പിന്നെ ഒരു റാം മോഡലിലൊരു കാക്ക, ഒരു തെങ്ങ്, ഒരു വീട്. അതിൻ്റെ കൂട്ടത്തിലുണ്ടാവുമല്ലോ ഒരു ഫ്ലവർ, ചെടിച്ചട്ടിയിലുണ്ടാവുന്ന ഫ്ലവർ. ആ ഫ്ലവറാണ് ഈ ഫ്ലവർ, ആദ്യം വരച്ച ഫ്ലവർ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൂര്യകാന്തി വരച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലാസ്റ്റ് വരച്ച ആ ബ്ലൂ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വരക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇത് ഇത്ര സെറ്റാവുമെന്ന്. പക്ഷേ വരച്ച് വന്നപ്പോൾ ഏറ്റവും അടിപൊളിയായത് ഈ ബ്ലൂ ഫ്ലവറാണ്. എനിവേ, അപ്പോൾ നമ്മളെ സെക്കൻഡ് പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിതിന് എന്ത് ചെയ്യുക, സ്റ്റിക്കേഴ്സ് പോലെ വെട്ടിയെടുക്കണം കേട്ടോ. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റിക്കേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം വേണ്ടത് ബ്ലാക്ക് കളർ കൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിക്കറിൻ്റെ പോലെ പകുതി ഭാഗം സ്പേസ് ഇട്ടിട്ട് നമ്മളിതിനെ വെട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പരിപാടി കഴിഞ്ഞു. അടിയിലേക്ക് നിങ്ങൾ കണ്ടില്ലേ ചെറിയൊരു സ്പേസ്, അത് ഇടണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മുടെ മൺചട്ടിനെ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണമല്ലോ. അപ്പോൾ ആദ്യം വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, വരച്ചെടുക്കുക. അതിനൊരു ബോയും കൂടി വരച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ബ്ലാക്ക് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക. ഈ ബ്ലാക്ക് കളർ കൊണ്ട് എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിഞ്ഞൂടാ. പക്ഷേ ആ നോർമൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ അതിലുണ്ട് എന്നുള്ളത്. ഞാനും ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ട് ചെയ്തതാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അടുത്ത പരിപാടി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കലണ്ടറിൽ എഴുതണമല്ലോ. അപ്പോൾ 2025 ജനുവരി എഴുതി, പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ അത് എഴുതി കൊടുക്കുക. കറക്റ്റ് ഡേറ്റ് ഫോണിൽ നോക്കിയിട്ട്, ഫോണിലെ കലണ്ടറിൽ നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മടി കാരണം, എനിക്ക് സമയക്കുറവ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ മടി കാരണം അങ്ങനെ തന്നെയാണ്. സത്യാവസ്ഥ ഇസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആൻഡ് ഏപ്രിൽ ഈ 4 ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ.
കണ്ടല്ലോ വീഡിയോയിൽ ഒരു ഇച്ചിരി ഭാഗം അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ ഈ പശ ഒട്ടിക്കണ്ടേ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനിയാണ് മെയിൻ സംഭവം എന്ന് പറഞ്ഞത്, ആദ്യം ഒരു ചട്ടി വെക്കുക, അതിലേക്ക് നമ്മുടെ ഫ്ലവറിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്ത ചട്ടി വെക്കുക, അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക അതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ചിലർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആ ചട്ടിയിൽ തന്നെ ഒരു ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തെടുക്കുന്നത്. പക്ഷെ ഇതാകുമ്പോൾ സിമ്പിളാണ്, കാരണം ഇതുപോലെ അത് കുറച്ചും കൂടി അങ്ങനെ നിൽക്കണം. നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ പറഞ്ഞുതരാം, കുറച്ച് ഒരു പിക്ചർ അത് കഴിഞ്ഞിട്ട് അടുത്ത പിക്ചർ അത് കഴിഞ്ഞിട്ട് അടുത്ത പിക്ചർ അങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് കിട്ടണം. അപ്പോൾ ഇതാകുമ്പോൾ എന്താണ് നമുക്കിതുപോലെ സ്റ്റിക്കർ എന്താ പറയുക പശയിൽ നിന്ന് പിച്ചെടുക്കുക, തെറ്റായിട്ടുണ്ടെങ്കിൽ വീണ്ടും അപ്പുറത്തേക്ക് മാറ്റി ഒട്ടിക്കുക. കണ്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ഫ്ലവർ എടുത്തു, അതിനെ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു അളവിന് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. നാലാമത്തത് എടുത്തു, സിമ്പിൾ കഴിഞ്ഞു. ഇനി നമുക്കിതിന് എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാർട്ട് 3 അല്ലെങ്കിൽ സ്റ്റെപ്പ് 3 എന്തായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേടോ, നല്ല സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അടുത്തത് നമുക്കിതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ഈ ആകൃതിയിൽ എന്ത് ചെയ്യുക നമ്മൾ വെട്ടിയെടുക്കുക. അപ്പം ഇപ്പം ഞാൻ വെട്ടിയതുണ്ടല്ലോ, അത് ഒന്ന് മുകളിലേക്കും അടുത്ത സ്റ്റാൻഡിൻ്റെ താഴേക്കുമാണ് വെട്ടേണ്ടത്. ഫുള്ള് വെട്ടരുത് കേട്ടോ, ഒന്ന് മുകളിലേക്കോ ഒന്ന് താഴേക്കാണ് വെട്ടേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായി നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി. ഞാൻ വെട്ടിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ വീണ്ടും പറയാണ്, ഒന്ന് മുകളിലേക്കാണെങ്കിൽ ഒന്ന് താഴേക്ക് കുറച്ച് സ്പേസ് വിടണം കേട്ടോ, ഫുള്ളായിട്ട് കട്ട് ചെയ്യരുതേ. അപ്പോൾ എന്തായി നമ്മുടെ സംഭവമൊക്കെ കഴിഞ്ഞു, നമ്മുടെ കലണ്ടർ ഈസ് റെഡി. എങ്ങനെയുണ്ട്, സംഭവം രസമില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഓക്കെ, അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ സംഭവം 12 മാസം കൂടി ഉണ്ടെങ്കിൽ നമ്മളെ കലണ്ടർ ഒന്നുകൂടെ കളറാകുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല കേട്ടോ. പക്ഷെ സംഭവം രസമില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.